ഹലോ ഫ്രണ്ട്സ്, ഞാൻ അടുത്ത ചാപ്റ്ററാണ് കമ്പനീസ് ആക്ട് 2013. അപ്പോൾ 9 ടോപ്പിക് ഉണ്ട്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്കാണ് കമ്പനി ഫോർമേഷൻ ആൻഡ് കൺവേർഷൻ. ഞാൻ ഒരു ഓവറോൾ പിക്ചർ തരാം. ഈ കമ്പനീസ് ആക്ട് നിയന്ത്രിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. ഓക്കെ, അതായത് MCAയുടെ സഹായത്തോടു കൂടിയാണ് ഈ സെൻട്രൽ ഗവൺമെൻറ് കമ്പനീസ് ആക്ട് റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് കമ്പനീസ് ആക്ട് വന്നേക്കുന്നത്? കമ്പനികളുടെ രൂപീകരണം, നടത്തിപ്പ്, നിയന്ത്രണം, പിന്നെ വൈൻഡിങ് അപ്പ്, ഇവയുള്ള കാര്യങ്ങളിൽ നമ്മൾ നിയന്ത്രണം കൊണ്ടുവരാനും, പിന്നെ അക്കൗണ്ടബിലിറ്റി, കോർപ്പറേറ്റ് ഗവർണൻസ്, ട്രാൻസ്പെറൻസി, ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും, പിന്നെ ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിലും ക്രെഡിറ്റേഴ്സ് ആണെങ്കിലും പിന്നെ പൊതുജന താല്പര്യങ്ങൾ അത് കുറച്ചും കൂടി സംരക്ഷിക്കപ്പെടാനും ആണ് ഈ കമ്പനീസ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെൻറ് MCA വഴിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ MCAയുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കമ്പനീസിനെ രൂപീകരണം ചെയ്യുക, അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള കമ്പനീസിനെ നിയന്ത്രിക്കുക, റെഗുലേറ്റ് ചെയ്യുക, ഭരിക്കുക, അതൊക്കെയാണ് MCAയുടെ മെയിൻ ഫങ്ഷൻസ്. ഞാൻ അടുത്ത ROC, രജിസ്റ്റർ ഓഫ് കമ്പനീസ്. ഇത് MCAയുടെ കീഴിൽ വരുന്ന ഒരു ഓഫീസറാണ്. ROCയുടെ മെയിൻ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനീസൊക്കെ കറക്റ്റ് സമയത്ത് ആനുവൽ ഫയലിംഗ് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ ഈ ആക്ടിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന റൂൾസും റെഗുലേഷൻസ് കമ്പനീസ് മര്യാദയ്ക്ക് തന്നെയാണോ ഫോളോ ചെയ്യണത്. അതുപോലെ തന്നെ ഇതിന് കമ്പനീസ് ഇപ്പോൾ നിയമം ഫോളോ ചെയ്തില്ലെങ്കിൽ അവർക്ക് പെനാൽറ്റി ഈടാക്കുന്നതും ROC ആണ്. ഓക്കെ, അപ്പോൾ ഈ MCAയും ROCയും കൂടെ കൂടിയിട്ടാണ് കമ്പനീനെ റെഗുലേറ്റ് ചെയ്യണതും നിയന്ത്രിക്കുന്നതും. അടുത്ത അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റീസാണ് NCLT, NCLAT, സുപ്രീം കോർട്ട്. ഇവിടെ കമ്പനി സംബന്ധിച്ചായിട്ടുള്ള എന്തെങ്കിലും പരാതിയോ കേസ് ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവരാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവർക്ക് അപേക്ഷ കൊടുത്താൽ മതി, അവരതനുസരിച്ച് ഹാൻഡിൽ ചെയ്യും. ഞാൻ അടുത്തത് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കമ്പനീനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. ഫസ്റ്റ് ഫീച്ചറാണ് ഇൻഡിപെൻഡൻറ്റ് കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ്. അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് കമ്പനി ആണെങ്കിലും മെമ്പേഴ്സ് ആണെങ്കിലും രണ്ട് ആൾക്കാരാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. കമ്പനിക്ക് കമ്പനിയുടെ പേരും പറഞ്ഞ് എന്തെങ്കിലും പ്രോപ്പർട്ടി വാങ്ങാം, അല്ലെങ്കിൽ ഏതെങ്കിലും കേസ് ഫയൽ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ മെമ്പേഴ്സ് മാറിയാലും കമ്പനി അങ്ങനെ തന്നെ നിലനിൽക്കും. ഞാൻ അടുത്ത ഫീച്ചറാണ് ലിമിറ്റഡ് ലയബിലിറ്റി. അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ വഴി പറയാം. ഞാൻ ഇപ്പോൾ ഒരു ഷെയർ ഹോൾഡർ 10 രൂപയുടെ ഷെയർ മേടിച്ചു, പക്ഷേ അയാൾ 7 രൂപ മാത്രമാണ് അടച്ചിട്ടുള്ളൂ, ബാക്കി 3 രൂപ അടയ്ക്കാനുണ്ട്. അപ്പോൾ കമ്പനിക്ക് വേറെ എന്തെങ്കിലും ഒരു കടങ്ങൾ കയറി വന്നാലും ആ ഷെയർ ഹോൾഡേഴ്സിന് ഈ 3 രൂപ മാത്രം കൊടുത്താൽ മതി. അതായത് അടയ്ക്കാത്ത എന്തെങ്കിലും തുക ഉണ്ടെങ്കിൽ മാത്രം അയാൾ പേ ചെയ്താൽ മതി കമ്പനിക്ക്. അല്ലാതെ കമ്പനിയുടെ ബാക്കിയുള്ള കടങ്ങൾ വീട്ടാനായിട്ട് അയാൾക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല. അതാണ് അതിൻ്റെ മീനിങ്. അടുത്ത ഫീച്ചറാണ് പെർപെച്വൽ സക്സഷൻ. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി എന്നേക്കുമായിട്ട് നിലനിൽക്കും. ഇപ്പോൾ ഈ മെമ്പേഴ്സ് ആരെങ്കിലും ഒരാൾ മരിച്ചു പോയാലും, അല്ലെങ്കിൽ പാപ്പരായാലും, അല്ലെങ്കിൽ മെമ്പേഴ്സ് മാറിയാലും കമ്പനീനെ അത് ബാധിക്കില്ല. കമ്പനി നിയമപരമായിട്ട് വൈൻഡിങ് അപ്പ് ചെയ്താൽ മാത്രമാണ് കമ്പനി അവസാനിക്കുകയുള്ളൂ. അല്ലാതെ പക്ഷം കമ്പനി എന്നേക്കുമായിട്ട് നിലനിൽക്കും. ഇനി അടുത്ത ഫീച്ചറാണ് സെപ്പറേറ്റ് പ്രോപ്പർട്ടി ആസ് സെപ്പറേറ്റ് ഓണർ. കമ്പനി ഒരു ലീഗൽ പേഴ്സണാണ് സെപ്പറേറ്റ് നോക്കുകയാണെങ്കിൽ. അപ്പോൾ കമ്പനിയുടെ പേരിൽ എന്തെങ്കിലും പ്രോപ്പർട്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് കമ്പനിയുടെ മാത്രം സ്വത്താണ്, അത് മെമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് മാറില്ല. ഇനി അടുത്ത ഫീച്ചറാണ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെയർ ഹോൾഡേഴ്സിന് തൻ്റെ ഷെയർസ് മറ്റൊരാൾക്ക് കൈമാറാനുള്ള അവകാശം. ഇനി അടുത്ത ഫീച്ചറാണ് കോമൺ സീൽ. ഇവിടെ കമ്പനിയുടെ ഒഫീഷ്യൽ സിഗ്നേച്ചറിനെയാണ് കോമൺ സീൽ എന്ന് പറയുന്നത്. കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്, അപ്പോൾ സ്വന്തമായിട്ട് കയ്യൊപ്പൊന്നുമില്ലല്ലോ, അപ്പോൾ അതിനാൽ കോമൺ സീൽ ഉപയോഗിക്കുന്നു. ഇനി അടുത്തതാണ് ലിഫ്റ്റിംഗ് ഓഫ് ദ കോർപ്പറേറ്റ് വീൽ. അപ്പോൾ എന്താണ് കോർപ്പറേറ്റ് വീൽ? കമ്പനീനെ മെമ്പേഴ്സിനെ സെപ്പറേറ്റ് ആക്കുന്ന ഒരു മറയാണത്, ഒരു കർട്ടൻ എന്നൊക്കെ പറയുമല്ലോ, അതിനാണ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. അതായത് കമ്പനിയുടെ പേരിൽ എന്തെങ്കിലും കേസോ ആരെങ്കിലും ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് മെമ്പേഴ്സിനെ ബാധിക്കില്ല, അത് കമ്പനിയെ തന്നെയാണ് ബാധിക്കുള്ളൂ. അപ്പോൾ കോർപ്പറേറ്റ് വെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്പേഴ്സിനൊരു പ്രൊട്ടക്ഷൻ തരുന്ന ഒരു മറയാണത്. ഇനി അടുത്ത ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്പേഴ്സ് എന്തെങ്കിലും കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ പേരിലായിരിക്കും കേസ് വന്നത്. അപ്പോൾ കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് ജയിലിടാനും പറ്റില്ല. അതുപോലെ തന്നെ മെമ്പേഴ്സാണ് തെറ്റ് ചെയ്തത്, അപ്പോൾ കമ്പനീനെ പിടിച്ച് നമുക്ക് കേസ് ഫയൽ ചെയ്യാനും പറ്റില്ല. അപ്പോൾ ശരിക്കുള്ള കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ സുപ്രീം കോർട്ട് കോർപ്പറേറ്റ് വെയിലിനെ ലിഫ്റ്റ് ചെയ്യും, അതായത് ആ മറ മാറ്റും. അത് മാറ്റിയതിന് ശേഷമാണ് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിച്ച് ശിക്ഷിക്കാൻ പറ്റുള്ളൂ. പറയാൻ പോണ സിറ്റുവേഷൻസിലാണ് കോർട്ട് കോർപ്പറേറ്റ് വെയിലിനെ ലിഫ്റ്റ് ചെയ്യണത്. അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷൻസ് ആണെന്ന് നോക്കാം. ട്രേഡിംഗ് വിത്ത് എനിമി, അതുപോലെ ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് നമ്മൾ വയലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ അവോയ്ഡൻസ് ഓഫ് വെൽഫെയർ ലെജിസ്ലേഷൻ, ട്രാൻസാക്ഷൻ കോൺട്രറി ടു പബ്ലിക്കിനെതിരായിട്ട് എന്തെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ വയലേറ്റഡ് ടു ലോ റിലേറ്റിംഗ് ടു എക്സ്ചേഞ്ച് കൺട്രോൾ, അവോയ്ഡിംഗ് ലീഗൽ ഒബ്ലിഗേഷൻസ്, ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഇൻ സർട്ടൻ പ്രൊഹിബിറ്റഡ് കേസസ്, companies form other companies as their subsidiaries in order to act as their agents,
അപ്പോൾ ഈ പറയുന്ന സിറ്റുവേഷൻസിലാണ് സുപ്രീം കോർട്ട് കോർപ്പറേറ്റ് ബെയിൽ നീക്കം ചെയ്യുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ബെയിൽ നീക്കം ചെയ്താലാണ് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ കോർട്ടിന്. അടുത്തത് നമുക്ക് കമ്പനീസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അത് കുറച്ച് വലുതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കമ്പനിയുടെ പ്രൊമോട്ടർ ആരാണ്, പിന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്താണ്, മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താണ്, അതൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ 3 കമ്പനീസ് ഉണ്ട്. ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനി, അസോസിയേറ്റ് കമ്പനി. അപ്പോൾ എന്താണെന്ന് നോക്കാം ഓരോന്ന്. ഹോൾഡിംഗ് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കമ്പനീനെ നിയന്ത്രിക്കുന്ന കമ്പനി. ഓക്കെ, അതായത് ഒന്നല്ലെങ്കിൽ 50% അതിൽ കൂടുതൽ വോട്ടിംഗ് പവർ ഉണ്ടാവും, അല്ലെങ്കിൽ ബോർഡ് മെമ്പേഴ്സിനെ ഈ കമ്പനി ആയിരിക്കും നിയന്ത്രിക്കുന്നത്. അപ്പോൾ ആ കമ്പനീനെ നമ്മൾ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയും. സബ്സിഡിയറി കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾഡിംഗ് കമ്പനിയുടെ നിയന്ത്രണത്തിലുള്ള കമ്പനീസിനെയാണ് സബ്സിഡിയറി കമ്പനി എന്ന് പറയുന്നത്. അത് ഏത് കമ്പനിയാണോ ഹോൾഡിംഗ് കമ്പനി നിയന്ത്രിക്കുന്നത്, അതായത് നിയന്ത്രിക്കപ്പെടുന്ന കമ്പനി, അതിനാണ് സബ്സിഡിയറി കമ്പനി. ഇനി അടുത്ത അസോസിയേറ്റ് കമ്പനി. ഈ കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ 20% മുതൽ 50% വരെ ഉണ്ടാവുള്ളൂ ഇവരുടെ വോട്ടിംഗ് പവർ. അതുപോലെ തന്നെ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന കമ്പനിയും പോളിസി ഡിസിഷൻസിലൊക്കെ സാധാരണ സ്വാധീനം മാത്രം ചെലുത്തുന്ന കമ്പനീസിനെയാണ് അസോസിയേറ്റ് കമ്പനീസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഓൺ ദ ബേസ് ഓഫ് ഇൻകോർപ്പറേഷൻ 2 കമ്പനീസ് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് ആൻഡ് രജിസ്റ്റേർഡ് കമ്പനീസ്. സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ആക്ട്സ് പ്രകാരമല്ല ഇത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ പാർലമെൻറ്റിൽ ഒരു സ്പെഷ്യൽ ആക്ട് പാസ്സാക്കി അങ്ങനെ ഉണ്ടാക്കിയെടുത്ത കമ്പനീസാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ RBI, SBI, LIC, അതൊക്കെ. ഇനി രജിസ്റ്റേർഡ് കമ്പനീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്ടിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനീസാണ് രജിസ്റ്റേർഡ് കമ്പനീസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, പിന്നെ അൺലിമിറ്റഡ് കമ്പനി. നോക്കാം. ഇനി അടുത്തത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ വഴി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഒരു ഷെയറിന് 10 രൂപയാണ്. അപ്പോൾ ആ ഒരു ഷെയർ ഹോൾഡർ 8 രൂപ വരെയാണ് അടച്ചിട്ടുള്ളൂ, ബാക്കി 2 രൂപ അടയ്ക്കാനുണ്ട്. അപ്പോൾ ആ ഷെയർ ഹോൾഡറിന് ആ കമ്പനി ആയിട്ടുള്ള കടബാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2 രൂപ, അതായത് അൺപെയ്ഡ് ഷെയർസ് എൻ്റെ എമൗണ്ടിൽ മാത്രമേ ഉള്ളൂ ആ കടബാധ്യത. അത് കവിഞ്ഞുള്ള കടബാധ്യത ഇല്ലെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി അടുത്ത കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് ഷെയർ ക്യാപിറ്റൽ ഇല്ല, അതായത് ഇപ്പോൾ നോൺ പ്രോഫിറ്റ് അല്ലെങ്കിൽ ചാരിറ്റബിൾ അല്ലെങ്കിൽ സോഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കമ്പനിയായിരിക്കും. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ഓരോ മെമ്പേഴ്സും ഇത്ര എമൗണ്ട് തരാമെന്ന് ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഓരോ മെമ്പേഴ്സും അവർ പറഞ്ഞിരിക്കുന്ന ഗ്യാരണ്ടീഡ് എമൗണ്ട് വരെ മാത്രമാണ് അവർ പണം അടയ്ക്കേണ്ടതുള്ളൂ, അതിൽ കൂടുതൽ പണം അടയ്ക്കേണ്ടതില്ല. ഇനി അടുത്തത് അൺലിമിറ്റഡ് കമ്പനി. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പേഴ്സിൻ്റെ ലൈബിലിറ്റി അൺലിമിറ്റഡ് ആണ്, അതായത് ഒരു ലിമിറ്റും വെച്ചിട്ടില്ല. അപ്പോൾ കമ്പനിക്ക് എന്തെങ്കിലും കടം വന്നു, ആ കടം അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരുമ്പോഴും ഈ മെമ്പേഴ്സിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ആ കടം വീട്ടേണ്ടി വരും. അതാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്ത ക്ലാസിഫിക്കേഷനാണ് ഓൺ ദി ബേസ് ഓഫ് മെമ്പേഴ്സ്. അത് 4 ടൈപ്പ് കമ്പനീസ് ഉണ്ട്. ഫസ്റ്റ് 1% കമ്പനി, സെക്കൻഡ് 1 പ്രൈവറ്റ് കമ്പനി, പിന്നെ പബ്ലിക് കമ്പനി, പിന്നെ സ്മോൾ കമ്പനി. അത് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. OPC അത് 1% കമ്പനി. ഇവിടെ ഒരു ഉടമസ്ഥന് ഉണ്ടാവുള്ളൂ ഈ കമ്പനിക്ക്. ഓക്കെ, അപ്പോൾ ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ OPC തുടങ്ങാൻ അനുവദിക്കുകയുള്ളൂ. ഇപ്പോൾ എൻ്റർപ്രണേഴ്സൊക്കെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യില്ല, അതൊക്കെ OPCയുടെ എക്സാമ്പിളാണ്. OPCയുടെ കീഴിലുള്ള കമ്പനീസൊക്കെ വേണമെങ്കിൽ ലിമിറ്റഡ് ബൈ ഷെയർസ് ആവാം, അല്ലെങ്കിൽ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആവാം, അല്ലെങ്കിൽ അൺലിമിറ്റഡ് കമ്പനി ആവാം. ഓക്കെ, ഞാൻ OPCയുടെ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരാൾക്ക് ഒരു മെമ്പറായിട്ടോ അല്ലെങ്കിൽ ഒരു ഷെയർ ഹോൾഡറായിട്ടോ നിൽക്കാൻ പറ്റുള്ളൂ. അത് ഇന്ത്യൻ സിറ്റിസൺ ആവണം, ഇന്ത്യയിൽ തന്നെ താമസിക്കുന്ന ആളായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് നോമിനിയായിട്ട് വേറൊരു ഷെയർ ഹോൾഡറിൻ്റെ പേര് വയ്ക്കാം. പിന്നെ ഇവിടെ ഒരു മെമ്പർ ഉണ്ടാവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മിനിമം ഒരു ഡയറക്ടറും മാക്സിമം 5 ഡയറക്ടേഴ്സ് ഉണ്ടാവാം. അതുപോലെ തന്നെ ഒരാൾക്ക് ഒരു OPCയിൽ മാത്രമാണ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ, അതായത് ഒന്നോ അധികമുള്ള OPC ആൾക്ക് ഉണ്ടാവരുത്. അതുപോലെ തന്നെ ബിസിനസ് സ്ഥാപനങ്ങളായിരിക്കണം. ഓക്കെ, OPC ചെയ്യുന്ന കമ്പനീസ് എപ്പോഴും പ്രോഫിറ്റ് കമ്പനീസ് ആയിരിക്കണം, അല്ലാതെ നോൺ പ്രോഫിറ്റോ ചാരിറ്റബിളോ സോഷ്യലോ ആവരുതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത പ്രൈവറ്റ് കമ്പനി, സ്വകാര്യ കമ്പനി. ഇതൊക്കെ സാധാരണ ചെറിയ ബിസിനസ്സിലും അല്ലെങ്കിൽ ഫാമിലി ബിസിനസ്സിലൊക്കെ കണ്ടുവരുന്ന കമ്പനീസാണ്. അപ്പോൾ ഈ കമ്പനീസിൽ പേരിൻ്റെ ഒപ്പം പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും കൂടി ആഡ് ചെയ്യണം. പിന്നെ വേറൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, പബ്ലിക്കിൽ ഷെയർ ഇഷ്യൂ നടത്താൻ പറ്റില്ല. പിന്നെ പറയുന്നത് മിനിമം 2 മെമ്പേഴ്സും മാക്സിമം 200 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. പിന്നെ ഈ മെമ്പേഴ്സിൻ്റെ അകത്ത് ഈ പറഞ്ഞ പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് എംപ്ലോയീസ് ഇൻക്ലൂഡ് ചെയ്യില്ല. പിന്നെ അടുത്ത ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം 2 ഡയറക്ടേഴ്സും മാക്സിമം 15 ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അടുത്ത പബ്ലിക് കമ്പനി, അതായത് പൊതുജന കമ്പനി. വലിയ കമ്പനീസൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വന്നത്. അപ്പോൾ പ്രൈവറ്റ് കമ്പനി അല്ലാത്ത കമ്പനീസൊക്കെയാണ് പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. പിന്നെ വേറൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് ഷെയർസോ ഡിബഞ്ചേഴ്സോ നമുക്ക് പബ്ലിക്കലി ഇഷ്യൂ ചെയ്യാം. അതുപോലെ തന്നെ പേരിൻ്റെ ഒപ്പം ലിമിറ്റഡ് എന്ന് ചേർക്കണം. പിന്നെ നമുക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാം, അതിനൊരു റെസ്ട്രിക്ഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ മിനിമം മെമ്പേഴ്സ് 7 വേണം, മാക്സിമം എത്ര വേണമെങ്കിലും ആവാം. ഇതുപോലെ തന്നെ ഡയറക്ടർ മിനിമം 3 പേര് വേണം, മാക്സിമം 15 പേര്. ഇത്രയുള്ളൂ പബ്ലിക് കമ്പനിയുടെ ഫീച്ചേഴ്സ്. ഇനി അടുത്തത് സ്മോൾ കമ്പനി. പബ്ലിക് കമ്പനി അല്ലാതെ ഉള്ള കമ്പനീസിനെയാണ് നമ്മൾ സ്മോൾ കമ്പനി എന്ന് പറയുന്നത്, അതായത് പ്രൈവറ്റ് കമ്പനി. പക്ഷേ ഈ പറയണ ലിമിറ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു പ്രൈവറ്റ് കമ്പനീനെ നമ്മൾ സ്മോൾ കമ്പനി എന്ന് പറയും. അതായത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ മിനിമം 4 crore വേണം, മാക്സിമം 10 crore. അതുപോലെ ടേൺ ഓവർ ₹40 crore മിനിമം വേണം, മാക്സിമം ₹100 crore. ഇതിലേതെങ്കിലും സാറ്റിസ്ഫൈഡ് ആയിക്കഴിഞ്ഞാൽ ആ പ്രൈവറ്റ് കമ്പനീനെ നമ്മൾ സ്മോൾ കമ്പനി എന്ന് വിളിക്കും. ഇനി അടുത്തത് ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി അടുത്തത് ഓൺ ദ ബേസിസ് ഓഫ് ലിസ്റ്റിംഗ് ഇൻ ദ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അത് 2 ടൈപ്പ് കമ്പനിയുള്ളൂ, ലിസ്റ്റഡ് കമ്പനിയും പിന്നെ അൺലിസ്റ്റഡ് കമ്പനി. ലിസ്റ്റഡ് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ സെക്യൂരിറ്റീസ് ഉണ്ടാവുള്ളൂ, ഷെയർസൊക്കെ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ലിസ്റ്റഡ് കമ്പനി എന്ന് പറയും. ലിസ്റ്റഡ് കമ്പനീനെ വേണമെങ്കിൽ വൈറ്റ്ലി ഹെൽഡ് കമ്പനീസ് എന്നൊക്കെ പറയും, വേറെ പേരിലും പറയും. അൺലിസ്റ്റഡ് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഷെയർസ് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ കമ്പനീസിനെയാണ് നമ്മൾ അൺലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത്. അതിനെ വേണമെങ്കിൽ ക്ലോസ്ലി ഹെൽഡ് കമ്പനീസ് എന്ന് പറയാറുണ്ട്. അടുത്തത് അതർ ടൈപ്സ് ഓഫ് കമ്പനീസ്. ഗവൺമെൻറ് കമ്പനി. ഗവൺമെൻറ് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ 51% അതിൽ കൂടുതലുള്ള പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഒന്നല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പകുതി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ, അങ്ങനെ ഉണ്ടായിരിക്കുന്ന കമ്പനീനെയാണ് നമ്മൾ ഗവൺമെൻറ് കമ്പനി എന്ന് പറയുന്നത്. അടുത്ത ഫോറിൻ കമ്പനി. ഈ കമ്പനി ഇന്ത്യയുടെ പുറത്താണ് രജിസ്റ്റർ ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഇന്ത്യയിൽ അതിൻ്റെ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടാവും, ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും ബിസിനസ് ആക്ടിവിറ്റി അത് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. അസോസിയേറ്റ് കമ്പനി അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ ഡോർമെൻറ്റ് കമ്പനി. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് ഫ്യൂച്ചർ പ്രോജക്റ്റിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ നിലവിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ്, അത്ര വലിയ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. നിലവിൽ അത് ഇന്നാക്റ്റീവായിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ 2 വർഷം വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബിസിനസ് ഒന്നും ഇത് ചെയ്തിട്ടുണ്ടാവില്ല. അതായത് ഇടക്കാല ഇന്നാക്ടിവിറ്റി ഉള്ള കമ്പനീസിനെയാണ് നമ്മൾ ഡോർമെൻറ്റ് കമ്പനീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ നിലവിൽ ആക്റ്റീവ് അല്ലായിരിക്കും, പിന്നീട് ഫ്യൂച്ചറിൽ അത് ആക്റ്റീവ് ആക്കാൻ പറ്റും. അടുത്ത നിധി കമ്പനി. ഇവിടെ മെമ്പേഴ്സിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിച്ച് അവർക്ക് മാത്രം ലോൺ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യില്ല. അതുപോലെ തന്നെ പേരിൻ്റെ ഒപ്പം നിധി ലിമിറ്റഡിന് ഉൾപ്പെടുത്തണം. പിന്നെ പറയുന്നത് കമ്പനീസ് ആക്റ്റും നിധി റൂൾസൊക്കെയാണ് ഈ കമ്പനീനെ നിയന്ത്രിക്കുന്നത്. അടുത്തത് പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സർക്കാർ അല്ലെങ്കിൽ ആക്സ് വഴി സ്ഥാപിച്ച സ്ഥാപനങ്ങളാണ് എന്ത് പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇത് സ്പെസിഫിക് സെക്ടർ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രീസിന് ഫിനാൻസ് നൽകുന്നു. പിന്നെ പറയുന്നത് കമ്പനീസ് ആക്റ്റും പിന്നെ അതിൻ്റേതായ റെലവൻറ്റ് ആക്റ്റാണ് ഇതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ LIC, പിന്നെ IDFC, പിന്നെ UTI, ഇതൊക്കെയാണ് പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അടുത്ത ജോയിൻറ്റ് വെഞ്ചർ കമ്പനി. ഇതിനകത്ത് പറഞ്ഞത് 2 അതിലധികം പാർട്ടീസ് ചേർന്ന് ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് ഒരു കമ്പനീനെ രൂപീകരിക്കുക, എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും പ്രോഫിറ്റോ ലോസോ കിട്ടിക്കഴിയുമ്പോൾ അത് പങ്കിട്ട് കൊടുക്കുക. ഓക്കെ, അതിനാണ് ജോയിൻറ്റ് വെഞ്ചർ കമ്പനി എന്ന് പറയുന്നത്. ഇനി അടുത്ത നോൺ പ്രോഫിറ്റ് കമ്പനി, അതായത് കൊമേഴ്സ്, ആർട്സ്, സയൻസ്, സ്പോർട്സ്, എഡ്യൂക്കേഷൻ, റിസർച്ച്, സോഷ്യൽ വെൽഫെയർ, റിലീജിയൻ, ചാരിറ്റി, ഈ വക ലക്ഷ്യങ്ങൾക്കായി ഒരു കമ്പനി രൂപീകരിക്കുന്നു. എന്നിട്ട് ഇതുവഴി എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ മെമ്പേഴ്സിന് ഈ പ്രോഫിറ്റ് ഡിവിഡൻ്റായിട്ട് കൊടുക്കില്ല. അതിന് പകരം ഈ പറഞ്ഞ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ആ ഫണ്ട് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുന്നു. ഞാൻ അടുത്തത് സെക്ടറൽ കമ്പനീസ്. സെക്ടറൽ കമ്പനീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സെക്ടറിൽ മാത്രം സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനീസ് ആക്ടിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന കമ്പനീസിനെയാണ് സെക്ടറൽ കമ്പനീസ് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ബാങ്കിങ് കമ്പനീസ്, ഇൻഷുറൻസ് കമ്പനീസ്, ഇലക്ട്രിസിറ്റി കമ്പനീസ്, അതൊക്കെ സെക്ടറൽ കമ്പനീസിലാണ്. ബാങ്കിങ് കമ്പനീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിങ് ബിസിനസ് ഒറ്റ ലക്ഷ്യമാക്കി രൂപീകരിച്ച കമ്പനീസാണ്. അത് കമ്പനീസ് ആക്ടിൻ്റെ കീഴിലാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. പിന്നെ ബാങ്കിങ് കമ്പനീസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റാണ്. ഇൻഷുറൻസ് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് ബിസിനസ് ഒറ്റ ലക്ഷ്യമാക്കി രൂപീകരിച്ച കമ്പനീസാണ് ഇൻഷുറൻസ് കമ്പനി. അത് കമ്പനീസ് ആക്ടിൻ്റെ കീഴിലാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഇൻഷുറൻസ് ആക്റ്റാണ്. ഇനി അടുത്തത് NBFC, അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. ഈ കമ്പനി ബാങ്ക് പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ഇതിന് ബാങ്കിങ് ലൈസൻസ് ഒന്നുമില്ല. അതുപോലെ തന്നെ ബാങ്ക് പോലെ തന്നെ ഇതിന് റെഗുലേഷൻ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് ചെറിയ ബിസിനസ് സ്ഥാപനങ്ങൾക്കും ആൾക്കാർക്കൊക്കെയാണ് ഈ ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ലോൺസ്, അഡ്വാൻസസ്, ലീസിങ്, ഹയർ പർച്ചേസ്, സ്റ്റോക്ക് ട്രേഡിംഗ്, ഇതൊക്കെയാണ് ഇവരുടെ സർവീസസ്. ഇനി അടുത്ത നേച്ചർ ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ, അതെന്താണെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പ് അനുസരിച്ച്
രണ്ട് സെക്ടർ ഉണ്ട്, പബ്ലിക് സെക്ടർ ആൻഡ് ജോയിൻറ്റ് സെക്ടർ. പബ്ലിക് സെക്ടറിൻ്റെ അത് കംപ്ലീറ്റ്ലി ഗവൺമെൻറ് ആയിരിക്കും അത് ഓൺ ചെയ്തേക്കുന്നത്, ബോത്ത് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇപ്പോൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ലൈക്ക് റെയിൽവേ, പോസ്റ്റ് ഓഫീസ്, അതുപോലെ തന്നെ ചില കമ്പനീസൊക്കെ മെജോറിറ്റി ഷെയർസ് ചിലപ്പോൾ കയ്യിൽ വെച്ചിരിക്കുന്ന ഗവൺമെൻറ് ആയിരിക്കും. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് ലൈക്ക് RBI, ഇതൊക്കെ പബ്ലിക് സെക്ടറായിട്ട് വരും. ജോയിൻറ്റ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26% മുതൽ 50% വരെ അവരുടെ ഷെയർസൊക്കെ ഗവൺമെൻറ് കയ്യിലായിരിക്കും, ബാക്കി പ്രൈവറ്റ് സെക്ടറിലായിരിക്കും. ഇനി അടുത്തത് കമ്പനിയുടെ പ്രൊമോട്ടറിനെ കുറിച്ചിട്ടാണ്. ആരുടെ പേരാണോ കമ്പനിയുടെ പ്രോസ്പെക്ടസിലോ അല്ലെങ്കിൽ ആനുവൽ റിട്ടേണിൽ വന്നത് അവരെയാണ് നമ്മൾ പ്രൊമോട്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെപ്സ് എടുത്ത വ്യക്തി അല്ലെങ്കിൽ ടീം, അവരെയാണ് പ്രൊമോട്ടർ പറയുന്നത്. ഓക്കെ, അതായത് മുൻകൈ എടുത്ത വ്യക്തി, ഒരു കമ്പനി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്ത വ്യക്തികളാണ് പ്രൊമോട്ടർ. ഇവിടെ മെയിൻ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഇതൊക്കെ ഇവരാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കമ്പനി തുടങ്ങാൻ മുമ്പ് വേണ്ട സജ്ജീകരണം, അതായത് ക്യാപിറ്റൽ, പ്രോപ്പർട്ടി, കോൺട്രാക്ട്സ്, എഗ്രിമെൻറ്റ്, ഫിനാൻസ്, ഇതൊക്കെ ഇവർ അറേഞ്ച് ചെയ്ത് വയ്ക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു കമ്പനി ഉണ്ടാവണേക്കാളും മുമ്പ് തന്നെ ഇവർ ആക്റ്റീവായിട്ട് അവരുടെ പ്രവർത്തനം ആരംഭിക്കും. ഓക്കെ, കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഇവർ ഡയറക്ടറായിട്ടോ ഷെയർ ഹോൾഡറായിട്ടോ എംപ്ലോയി ആയിട്ടോ ഒക്കെ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ മാറണമെങ്കിൽ മാറാം. ഓക്കെ, ഇനി അടുത്തത് പബ്ലിക് ഡോക്യുമെൻറ്റ്സ്. അതായത് 2 ഡോക്യുമെൻ്റ് ഉണ്ട്, അത് പബ്ലിക്ലി അവൈലബിൾ ആണ്. ഈ ഡോക്യുമെൻറ്റ്സ് ആർക്കും എപ്പോൾ വേണമെങ്കിലും ഇത് എടുത്ത് വായിക്കോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പം മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ MOA, അത് ഫസ്റ്റ് ഡോക്യുമെൻറ്റ്. സെക്കൻഡ് ഡോക്യുമെൻറ്റ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അത് നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ MOAൻ്റെ അകത്ത് കമ്പനിയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. അതിൻ്റെ കണ്ടൻസ് നമുക്ക് നോക്കാം. അതായത് നെയിം ക്ലോസ് ഉണ്ടായിരിക്കണം, കമ്പനിയുടെ പേരുണ്ടായിരിക്കണം, അതിൻ്റെ ഒപ്പം തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ ലിമിറ്റഡ് എന്ന് ചേർക്കണം. അടുത്തത് പ്ലേസ് ക്ലോസ്, ഏത് സ്ഥലത്താണോ അവരുടെ രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥാപിച്ചേക്കുന്നത് അപ്പോൾ ഫുൾ അഡ്രസ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഒബ്ജക്റ്റ് ക്ലോസ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്, അതിൻ്റെ മെയിൻ പർപ്പസ്, ഗോൾ, അതല്ല ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഒബ്ജക്റ്റ് ക്ലോസിൽ. പിന്നെ ലൈബിലിറ്റി ക്ലോസ്, അതായത് ആ കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ ലൈബിലിറ്റി ലിമിറ്റഡ് ആണോ അതോ അൺലിമിറ്റഡ് ആണോ അതും പറഞ്ഞിട്ടുണ്ടായിരിക്കണം. പിന്നെ ക്യാപിറ്റൽ ക്ലോസ്, അതായത് ഓതറൈസ് ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ടും ഷെയർസിൻ്റെ ഓരോ ഫിക്സഡ് എമൗണ്ടും പറഞ്ഞിട്ടുണ്ടായിരിക്കണം. പിന്നെ നോമിനേഷൻ ക്ലോസ്, നോമിനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് കണ്ടൻറ്റ്. അടുത്തത് ഓൾട്ടറേഷൻ ഓഫ് MOA നോക്കാം. അതായത് ഇപ്പോൾ MOAയിൽ ഇപ്പോൾ നെയിം ക്ലോസിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്ലേസ്, ഒബ്ജക്റ്റ്, ക്യാപിറ്റൽ ക്ലോസ്, നോമിനേഷൻ ക്ലോസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം ഇപ്പോൾ കമ്പനി ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് വോളണ്ടറി ആയിട്ടും ചെയ്യാം, കമ്പൽസറി ആയിട്ടും ചെയ്യാം. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. വോളണ്ടറി കേസിൽ ഈ പറഞ്ഞ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേര് മാറ്റാൻ പറ്റും. ഓക്കെ, ആദ്യം തന്നെ ബോർഡ് മീറ്റിംഗ് വിളിച്ചു കൂട്ടണം, ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ജനറൽ മീറ്റിങ്ങിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. പേര് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് സെൻട്രൽ ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്യണം. അതിൻ്റെ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ നമ്മൾ മേടിക്കണം. സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് ROCക്ക് അറിയിപ്പ് കൊടുക്കണം. എന്നിട്ട് ROC അത് അറിഞ്ഞ് നമുക്ക് പുതിയ പേരിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് വോളണ്ടറി കേസിൽ സംഭവിക്കുന്നത്. വോളണ്ടറി കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആ പേര് മാറ്റുന്നത്. ഓക്കെ, ഞാൻ കമ്പൽസറി കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് പേര് മനഃപൂർവ്വം ഫോഴ്സ്ഫുള്ളി ആയിട്ട് കമ്പനി മാറ്റേണ്ടി വരും. അപ്പോൾ ആ ഒരു കേസിനാണ് കമ്പൽസറി കേസ് എന്ന് പറഞ്ഞത്. അപ്പോൾ കമ്പൽസറി കേസിനകത്ത് പേരിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുവാണെങ്കിൽ ആ കമ്പനി എന്തായാലും മാറ്റങ്ങൾ വരുത്തണം. ഈ പറഞ്ഞ സിറ്റുവേഷൻസിൽ, അതായത് ആ കമ്പനിയുടെ പേര് വേറൊരു കമ്പനിയുടെ പേരായിട്ട് സിമിലാരിറ്റി ഉണ്ടെങ്കിൽ അവിടെ മാറ്റം വരുത്തേണ്ടി വരും. അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ വേറെ ഏതെങ്കിലും ട്രേഡ് മാർക്കായിട്ട് എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടെങ്കിൽ അവിടെയും മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ 2 സിറ്റുവേഷൻസിൽ ഈ സെൻട്രൽ ഗവൺമെൻറ് കമ്പനിയുടെ അടുത്ത് ഡയറക്റ്റായിട്ട് പറയും 3 മാസത്തിനുള്ളിൽ പേര് മാറ്റണമെന്ന് പറയും. അപ്പോൾ അതിനുശേഷം കമ്പനി പുതിയ പേര് കണ്ടുപിടിക്കും. ഓക്കെ, കണ്ടുപിടിച്ചതിന് ശേഷം ഈ കമ്പനി എന്ത് ചെയ്യും, സെൻട്രൽ ഗവൺമെൻറ് ഓർഡറും ഈ നോട്ടീസ് ഓഫ് ചേഞ്ച് അത് രണ്ടും കൂടി ROCക്ക് 15 ദിവസത്തിനുള്ളിൽ അയച്ചു കൊടുക്കും. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ROC അതെല്ലാം വെരിഫൈ ചെയ്തിട്ട് പുതിയ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യും. അപ്പോൾ ഇതാണ് കമ്പൽസറി കേസിൽ സംഭവിക്കുന്നത്. ഇനി അടുത്തത് ഈ പറഞ്ഞ MOA അതിൻ്റെ അകത്ത് പ്ലേസ് ക്ലോസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് നോക്കാം, എങ്ങനെയാണ് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നതെന്ന്. ഇനി പറയാൻ പോണ 2 സിറ്റുവേഷൻസിൽ ഇപ്പോൾ മാറ്റങ്ങൾ വന്നാലും ഓൾട്ടറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റത്തെ സിറ്റുവേഷൻ, അതായത് ഇപ്പോൾ സെയിം സിറ്റിയുടെ ഉള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേസ് മാറ്റാമെന്ന് വെച്ചോ, രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ പ്ലേസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. പക്ഷേ അത് സെയിം ROCയുടെ കീഴിലാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിലായിരിക്കണം. ഇപ്പോൾ മാറ്റങ്ങൾ വരുത്തുവാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ മാറ്റങ്ങൾ വരുത്തണം.
ആദ്യം ബോർഡ് റെസൊല്യൂഷൻ പാസ് ചെയ്യണം. അതിനുശേഷം ഈ ഫോം INC 22 ഫില്ല് ചെയ്തിട്ട് നമ്മൾ ROC അയച്ചു കൊടുക്കണം. നമ്മൾ പുതിയ പ്ലേസിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ ROC ഇങ്ങനെ അറിയിപ്പ് കൊടുക്കണം, ഞങ്ങളിങ്ങനെ പ്ലേസ് ഷിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഞാൻ അടുത്ത സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെയിം ROCയുടെ അണ്ടറിലാണ്. അപ്പോൾ ഒരു സിറ്റിയിൽ നിന്ന് വേറൊരു സിറ്റിയിലോട്ട് നമ്മൾ പ്ലേസ് മാറ്റി. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തെ സ്റ്റെപ്പ് നമ്മൾ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. അതിനുശേഷം MG2 14 ഫോം INC 22 ഒക്കെ ഫില്ല് ചെയ്തിട്ട്, അതായത് ഇങ്ങനെ പ്ലേസ് മാറി എന്നുള്ള രീതിയിൽ ഫില്ല് ചെയ്തിട്ട് ROC അത് അയച്ചു കൊടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞത്. ഇനി അടുത്ത സിറ്റുവേഷൻ, ഈ രണ്ട് സിറ്റുവേഷൻസിൽ നമ്മൾ എന്തായാലും പ്ലേസ് ക്ലോസ് ഓൾട്ടർ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ പുറത്താണെങ്കിൽ പോലും ഒരു ROCയിൽ നിന്ന് വേറൊരു ROCയിലോട്ട് നമ്മൾ മാറുമ്പോൾ പ്ലേസ് ക്ലോസ് ആ കമ്പനി മാറ്റേണ്ടി വരും, ചേഞ്ചസ് വരുത്തേണ്ടി വരും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ ജനറൽ മീറ്റിംഗ് നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. എന്നിട്ട് ഈ സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ കോപ്പി ROCക്ക് 30 ദിവസത്തിനുള്ളിൽ അയച്ചു കൊടുക്കണം. എന്നിട്ട് 30 ദിവസത്തിനുള്ളിൽ ഈ ഫോം INC 23 അത് ഫില്ല് ചെയ്തിട്ട് റീജിയണൽ ഡയറക്ടറിൻ്റെ പെർമിഷൻ മേടിക്കണം. എന്നിട്ട് ഈ റീജിയണൽ ഡയറക്ടറിൻ്റെ ആ പെർമിഷൻ ലെറ്റർ ROCക്ക് 60 ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്യണം, അത് അയക്കണം. അത് കഴിഞ്ഞിട്ട് പുതിയ ROCയിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ 30 ദിവസത്തിനുള്ളിൽ ഈ INC 22 ROCക്ക് ഫയൽ ചെയ്യണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്സ്. ഞാൻ അടുത്തത് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ അകത്ത് ഒബ്ജക്റ്റ് ക്ലോസിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. ആ ഒബ്ജക്റ്റ് ക്ലോസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്യണം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോസ്പെക്ടസിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ട് കമ്പനിയുടെ പൈസ യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റെപ്സ് ഒക്കെ എടുക്കണം. ഓക്കെ, ആ ഒബ്ജക്റ്റ് ക്ലോസ് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഈ പറഞ്ഞ രീതി ഫോളോ ചെയ്യണം. ആദ്യം സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. എന്നിട്ട് ന്യൂസ് പേപ്പറിൽ ലോക്കൽ ലാംഗ്വേജിലും ഇംഗ്ലീഷ് ലാംഗ്വേജിലും അത് പബ്ലിഷ് ചെയ്യണം. അത് കഴിയുമ്പോൾ പിരിഞ്ഞു പോകേണ്ട ഷെയർ ഹോൾഡേഴ്സിന് എക്സിറ്റ് ഓപ്ഷൻ അവർക്ക് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ഒബ്ജക്റ്റീവ്സൊക്കെ മാറ്റാം. ഇതാണ് ഈ രീതി ചെയ്യേണ്ടത്. ഞാൻ വേറെ കേസൊക്കെ വരുമ്പോൾ ഇതുപോലെ തന്നെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യാം. എന്നിട്ട് 30 ദിവസത്തിനുള്ളിൽ MGT 14 അതുപോലെ തന്നെ ഈ SRൻ്റെ ഒരു കോപ്പിയും ROCക്ക് അയച്ചു കൊടുക്കാം. എന്നിട്ട് അത് അപ്രൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഒബ്ജക്റ്റ് ക്ലോസിന് മാറ്റങ്ങൾ വരുത്താം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഓൾട്ടറേഷൻ. ഞാൻ അടുത്ത ഒരു പബ്ലിക് ഡോക്യുമെൻ്റാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അത് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ പോലെ തന്നെയുള്ളൊരു പബ്ലിക് ഡോക്യുമെൻ്റാണ്. എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കമ്പനിയുടെ ഉള്ളിൽ മാനേജ്മെൻറ്റ് എങ്ങനെ പെരുമാറണം, അതിൻ്റെ റൂൾസ് റെഗുലേഷൻസ് എല്ലാം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ മെമ്പേഴ്സ്, മാനേജ്മെൻറ്റ്, അവരുടെ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് അതും ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഒരു മാനേജ്മെൻറ്റിൻ്റെ ആന്തരിക റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ പറ്റിയാണ് ഇതിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ ബോർഡ്, ഡയറക്ടേഴ്സ്, മീറ്റിംഗ്സ്, പിന്നെ വോട്ടിംഗ് റൈറ്റ്സ്, ഡിവിഡൻഡ് അതിനെയൊക്കെ നിയന്ത്രിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കമ്പനിയും നിർബന്ധമായിട്ടിത് പ്രിപ്പയർ ചെയ്യണം. രജിസ്ട്രേഷൻ്റെ സമയത്ത് എന്തായാലും ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഈ പറഞ്ഞ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന് എന്തെങ്കിലും ഓൾട്ടറേഷൻ ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണമെങ്കിൽ മെമ്പേഴ്സിൻ്റെ ഇടയിൽ നിന്ന് 75% അതിൽ കൂടുതൽ വോട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് SR പാസ്സായെന്ന് പറയാൻ പറ്റുള്ളൂ. SR പാസ്സായാലും നമുക്ക് ഓൾട്ടറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെയാണ് ഓർഡിനറി റെസൊല്യൂഷൻ. OR പാസ്സായെന്ന് പറഞ്ഞെങ്കിൽ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് 50% അതിൽ കൂടുതൽ വോട്ട് കിട്ടിയിരിക്കണം. അപ്പോൾ OR പാസ്സായാലും നമുക്ക് എന്തെങ്കിലും ഓൾട്ടറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ഇതിൻ്റെ മീനിങ്. പിന്നെ പറഞ്ഞത് ഈ MOA അല്ലെങ്കിൽ AOA അത് റിക്വസ്റ്റ് ചെയ്ത മെമ്പേഴ്സ് ഉണ്ടാവുമല്ലോ, അവർ ഫീസ് അടച്ചതിന് ശേഷം 7 ദിവസത്തിനുള്ളിൽ കമ്പനി അവർക്ക് MOA AOയുടെ കോപ്പി അയച്ചു കൊടുക്കണം. ഞാൻ അടുത്ത എഫക്റ്റ് ഓഫ് MOA ആൻഡ് AOA. MOA AOയ്ക്ക് ശേഷം കമ്പനിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തെ മെമ്പേഴ്സ് ബൗണ്ട് ടു കമ്പനി, അതായത് കമ്പനി പറഞ്ഞ പോലെ മെമ്പേഴ്സ് കേൾക്കണം. ഇപ്പോൾ മെമ്പേഴ്സ് നിയമപരമായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യണില്ലെങ്കിൽ കമ്പനിക്ക് വേണമെങ്കിൽ മെമ്പേഴ്സിനെതിരെ കേസ് ഫയൽ ചെയ്യാം. സെക്കൻഡ് വൺ, കമ്പനി ബൗണ്ട് ടു മെമ്പേഴ്സ്. അതുപോലെ തന്നെ ഈ മെമ്പേഴ്സ് പറഞ്ഞത് കമ്പനി കേൾക്കണം. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും നിയമം അനുസരിച്ചില്ലെങ്കിൽ മെമ്പേഴ്സിന് വേണമെങ്കിൽ കമ്പനിക്കെതിരെ കേസ് ഫയൽ ചെയ്യാം. ബിറ്റ്വീൻ മെമ്പേഴ്സ്, അതുപോലെ മെമ്പേഴ്സുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബാധ്യസ്ഥരാണ്, നിയമം പാലിക്കണമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഏതെങ്കിലും മെമ്പർ ഇപ്പോൾ പാലിച്ചില്ലെങ്കിൽ ആ മെമ്പറിനെതിരെ കേസ് ഫയൽ ചെയ്യാം. ഓക്കെ, അടുത്തത് കുറച്ച് ടേംസ് പഠിക്കാം. അതായത് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയർസ്,
ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഡോക്ട്രൈൻ ഓഫ് അൾട്രാ വയർസിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ MOയിൽ പറയുന്ന ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, പവേഴ്സ് ഉണ്ടാവും. അതിനു മീതെ കമ്പനി എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് വോയിഡായിട്ട് മാറും. MOയിൽ പറയാത്ത കാര്യം ലീഗലായി ഈ കമ്പനി ചെയ്ത് കഴിഞ്ഞാൽ അത് അസാധുവായിട്ട് മാറും. ഓക്കെ, അപ്പോൾ MOയിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് ആ കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ലീഗലാക്കി മാറ്റാം. അതാണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയർസിൻ്റെ മീനിങ്. ഞാൻ അടുത്ത ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിയുമായി ഡീൽ ചെയ്യുന്ന എല്ലാ വ്യക്തികളും, എല്ലാ ആൾക്കാരും MOA, AOA അതിൽ പറഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങളും വായിച്ച് നോക്കിയിരിക്കണം. കാരണം അത് ROCയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പബ്ലിക് ഡോക്യുമെൻറ്റ്സ് ആണ്, ഈ പറഞ്ഞ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് വായിച്ച് നോക്കാതെ ഇപ്പോൾ ഒരാൾ കമ്പനിയായിട്ട് ഡീൽ ചെയ്തു, എന്തെങ്കിലും ലൈബിലിറ്റീസ് എന്തെങ്കിലും വരുത്തി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനി ഉത്തരവാദിയല്ല. ഓക്കെ, ഞാൻ അടുത്ത ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ശരിയായി പാലിച്ചിട്ടുണ്ടോ എന്ന് പുറത്തു നിന്നുള്ള ആൾക്കാർ അന്വേഷിക്കേണ്ട കാര്യമില്ല. പൊതുജനങ്ങൾ ഈ പറഞ്ഞ പബ്ലിക് ഡോക്യുമെൻറ്റ്സിൽ മാത്രം ആശ്രയിച്ചാൽ മതി. ഏതൊരു വ്യക്തിയാണെങ്കിൽ പോലും കമ്പനിയുമായി ഡീൽ ചെയ്യുമ്പോൾ കമ്പനിയുടെ ഇൻറ്റേർണൽ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് സിസ്റ്റം അത് ശരിയായി നടക്കുമെന്ന് തന്നെ വിശ്വസിച്ച് ആ കമ്പനിയായിട്ട് ഡീൽ ചെയ്യണം. അതല്ലാതെ കമ്പനിയുടെ കൂടുതൽ ഇൻറ്റേർണലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കരുത്. അതായത് ബോർഡ് മീറ്റിംഗ് ഇവർ വെക്കാറുണ്ടോ, റെസൊല്യൂഷൻ പാസ്സാക്കാറുണ്ടോ, അങ്ങനത്തെ ചില ഇൻറ്റേർണൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിനെപ്പറ്റി കൂടുതൽ പൊതുജനങ്ങൾ തലയിടേണ്ട ആവശ്യമില്ല. അതൊക്കെ അതിൻ്റേതായ കറക്റ്റ് സമയത്ത് ശരിയായി നടക്കുമെന്ന് അസ്യൂം ചെയ്യണം. അതാണ് ഇതിനകത്ത് പറയണത്. ഞാൻ അടുത്ത ഒരു ടോപ്പിക്കാണ് സമ്മറി ഓഫ് ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി. അത് കമ്പനി എങ്ങനെയാണ് ഇൻകോർപ്പറേഷൻ ചെയ്യണമെന്ന് നോക്കാം. അതിൻ്റെ സ്റ്റെപ്സ് നോക്കാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കമ്പനി ഏത് നേച്ചറുള്ള കമ്പനിയാണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. പ്രൈവറ്റ് കമ്പനിയാണോ അതോ പബ്ലിക് കമ്പനിയാണോ എന്ന്. അത് ഡിസൈഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു പേരിടുക, എന്നിട്ട് അത് പേര് റിസർവ് ചെയ്ത് വെക്കണം. റിസർവ് ചെയ്തിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഫയൽ ചെയ്യണം. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചല്ലോ MOA, AOA, അത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഡ്രാഫ്റ്റ് ചെയ്ത് സൈൻ ചെയ്ത് വെക്കണം. ഓക്കെ, പിന്നെ അടുത്ത സ്റ്റെപ്പ് ഈ പറഞ്ഞ MOA, AOA ROCക്ക് അയച്ചു കൊടുക്കണം. അതുപോലെ നമ്മൾ ഡയറക്ടേഴ്സ്, സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് നോമിനേറ്റ് ചെയ്ത ആൾക്കാരുടെ സമ്മതം കിട്ടണം. എന്നിട്ട് അവരിൽ നിന്ന് ഡയറക്ടേഴ്സും സബ്സ്ക്രൈബേഴ്സിൽ നിന്നുള്ള ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ചിട്ട് ഫീസും ഈ സ്റ്റാമ്പ് ഡ്യൂട്ടിയും അതും അടച്ചിട്ട് ROCയിലോട്ട് നമ്മൾ അയച്ചു കൊടുക്കണം. അപ്പോൾ ROC ഈ പറഞ്ഞ എല്ലാം വായിച്ച് നോക്കി വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ നമുക്ക് കിട്ടും. അതിനുശേഷം ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ ഇൻഫോർമേഷൻ്റെ എല്ലാ കോപ്പീസും നമ്മൾ രജിസ്റ്റർഡ് ഓഫീസിൽ സൂക്ഷിച്ച് വയ്ക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഒരു കമ്പനി ഫോം ചെയ്യണതിൻ്റെ പ്രൊസീജിയേഴ്സ്. ഞാൻ അടുത്ത് നമ്മൾ ROCക്ക് നമ്മൾ ഫയൽ ചെയ്യുമല്ലോ, ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഫയൽ ചെയ്യണം. ഏതൊക്കെയാണെന്ന് നോക്കാം. MOAയിലും AOAയിലും സൈൻ ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സ് ആ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ CA, CMA, CS അഡ്വക്കേറ്റ്സൊക്കെ അവരുടെ ഡിക്ലറേഷൻ ഫോം സബ്മിറ്റ് ചെയ്യണം. പിന്നെ അഡ്രസ്സ് അത് സബ്മിറ്റ് ചെയ്യണം. പിന്നെ ഓരോ സബ്സ്ക്രൈബേഴ്സിൻ്റെയും ഫസ്റ്റ് ഡയറക്ടറിൻ്റെയും ഒരു ഡിക്ലറേഷൻ ഫോം സബ്മിറ്റ് ചെയ്യണം. പിന്നെ എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെയും ഫുൾ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യണം. പേര്, അഡ്രസ്സ്, നാഷണാലിറ്റി, പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി എല്ലാം. പിന്നെ ഫസ്റ്റ് ഡയറക്ടേഴ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ ഫസ്റ്റ് ഡയറക്ടേഴ്സ് വേറൊരു ഫേമിലും അത് വർക്ക് ചെയ്യണമെങ്കിൽ അതും സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ ROCയിലോട്ട് അയച്ചു കൊടുക്കണം. ഓക്കെ, കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യണ സമയത്ത്. ഞാൻ അടുത്തതാണ് സ്പൈസ് പ്ലസ്. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കമ്പനീസൊക്കെ ഇൻകോർപ്പറേഷൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഫുൾ ഫോം ഇതാണ്: സിംപ്ലിഫൈഡ് പ്രൊഫോർമ ഫോർ ഇൻകോർപ്പറേറ്റിംഗ് കമ്പനി ഇലക്ട്രോണിക്കലി പ്ലസ്. അതായത് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് കമ്പനി ഇൻകോർപ്പറേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊരു ഓൺലൈൻ സർവീസ് പ്ലാറ്റ്ഫോമാണ്. ഈ പറഞ്ഞ സർവീസസൊക്കെ ഈ വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യും നമുക്ക്. അതായത് നെയിം റിസർവേഷൻ, ഇൻകോർപ്പറേഷൻ, DIN അലോട്ട്മെൻറ്റ്, പാൻ ഇഷ്യൂ, ടാൻ ഇഷ്യൂ, EPFO രജിസ്ട്രേഷൻ, ESIC രജിസ്ട്രേഷൻ, പ്രൊഫഷൻ ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. GSTIN അലോട്ട്മെൻറ്റ്, പിന്നെ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് രജിസ്ട്രേഷൻ, പിന്നെ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഫോംസൊക്കെ നമുക്ക് ഈ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തു. ഈ വെബ്സൈറ്റ് ഉപയോഗിച്ച് നമ്മൾ രജിസ്ട്രേഷൻ എല്ലാം കിട്ടി. അപ്പോൾ രജിസ്ട്രേഷന് ശേഷം നമ്മുടെ കമ്പനി എന്തായിട്ട് മാറും? ബോഡി കോർപ്പറേറ്റ് ആയിട്ട് മാറും. MOAയിലും AOAയിലും സൈൻ ചെയ്തേക്കുന്ന സബ്സ്ക്രൈബേഴ്സ് മെമ്പേഴ്സായിട്ട് മാറും. ഓക്കെ, അതുപോലെ തന്നെ പുതിയതായിട്ട്
ഉണ്ടായ ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനിക്ക് 30 ദിവസത്തിനുള്ളിൽ ഒരു രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടായിരിക്കണം. എന്നിട്ട് അതിനെപ്പറ്റി INC 22 ഫോമിൽ ROC അറിയിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവരുടെ കമ്പനി നെയിം, കമ്പനി സീല് അതൊക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവരുടെ ഡോക്യുമെൻറ്റ്സ്, നോട്ട്സ്, ബിൽസിലാണെങ്കിൽ പോലും ഈ സീൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവർ വർക്ക് ചെയ്യണ ബിസിനസ് സ്ഥലത്താണെങ്കിൽ പോലും അവരുടെ കമ്പനി നെയിം അഫിക്സ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത പബ്ലിക്കേഷൻ ഓഫ് നെയിം ആൻഡ് രജിസ്റ്റേർഡ് ഓഫീസ്, അതിനെപ്പറ്റി നോക്കാം. നമ്മുടെ ഓഫീസിൻ്റെ പുറത്ത് നമ്മുടെ കമ്പനിയുടെ പേരും അഡ്രസ്സും വെക്കുമ്പോൾ നല്ല നീറ്റായിട്ട് വെക്കണം. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അത് എഴുതി പിടിപ്പിക്കണം. അതുപോലെ തന്നെ ഈ ROC അവർ ചിലപ്പോൾ ഇടയ്ക്ക് ഫിസിക്കൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസിലൊക്കെ വരാം. ഓക്കെ, അതായത് ഈ പറഞ്ഞ കമ്പനി അവിടെ ഉണ്ടോ, മര്യാദയ്ക്ക് തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ്. ഫിസിക്കലായിട്ട് അവർ വെരിഫൈ ചെയ്യും. അപ്പോൾ ഫിസിക്കലായിട്ട് അവർ വെരിഫൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അപാകത അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അവരുടെ രജിസ്റ്ററിൽ നിന്ന് കമ്പനിയുടെ പേര് റിമൂവ് ചെയ്യും. ഇപ്പോൾ അപാകതയൊന്നുമില്ല, കമ്പനി മര്യാദയ്ക്ക് തന്നെയാണ് വർക്ക് ചെയ്യണമെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ കമ്പനിക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി അടുത്ത റിസർവേഷൻ ഓഫ് നെയിം, അതായത് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് പുതിയ പേര് കണ്ടുപിടിച്ചു, എന്നിട്ട് നമ്മളത് റിസർവ് ചെയ്ത് വെക്കും. ഓക്കെ, റിസർവ് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ചിട്ട് നമ്മൾ ROCയിലോട്ട് അയക്കും. അപ്പോൾ ROCക്കാർ ഒരു പുതിയ കമ്പനി ആണെങ്കിൽ 20 ദിവസം ആ പേര് റിസർവ് ചെയ്ത് വെക്കും, വേറെ ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ച് വയ്ക്കും. അപ്പോൾ നിലവിലുള്ള കമ്പനി പേര് മാറ്റാനായിട്ട് പോണ ഒരു അവസ്ഥയാണെങ്കിൽ 60 ദിവസം പുതിയ പേര് സൂക്ഷിച്ച് വയ്ക്കും. ഇനി അടുത്ത റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മൾ പേര് വയ്ക്കുമ്പോൾ വേറെ ഏതെങ്കിലും കമ്പനിയുടെ പേരിനോട് ഒരു സാദൃശ്യമുണ്ടെങ്കിൽ, സിമിലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ആ പേര് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വെച്ച പേര് ഏതെങ്കിലും ലോയുടെ കീഴിൽ അതൊരു രസക്കേടായിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് ആ പേര് വയ്ക്കാൻ പറ്റില്ല. അതുപോലെ നമ്മൾ വെച്ച പേര് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അതൊരു അനാശാസ്യമായ ഒരു പേരായിട്ട് തോന്നുകയാണെങ്കിലും നമുക്കത് പേര് വയ്ക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ വെച്ച പേര് ഇപ്പോൾ ഏതെങ്കിലും ഗവൺമെൻറ് അതൊരു പരിലാളനമായിട്ട് തോന്നുകയാണെങ്കിലും നമുക്ക് ആ പേര് വയ്ക്കാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് റെസ്ട്രിക്ഷൻസ് ഓൺ നെയിം. ഇനി അടുത്തത് കോൺസിക്വൻസ് ഓഫ് നെയിം റിസർവേഷൻ ബൈ ഫർണിഷിംഗ് ഫാൾസ് ഇൻഫർമേഷൻ. അതായത് പേര് റിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ തെറ്റായ ഇൻഫോർമേഷൻസ് നമ്മൾ ROCക്ക് അയച്ചു കൊടുത്തു. ഓക്കെ, അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ROCക്ക് മനസ്സിലായി ഈ പറഞ്ഞിരിക്കുന്ന കമ്പനി അവിടെ ഇൻകോർപ്പറേഷൻ ചെയ്തിട്ടില്ല, അങ്ങനത്തെ കമ്പനി അവിടെ ഇല്ല, ആ സ്ഥലത്തേ ഇല്ല എന്ന് ROCക്ക് അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ഈ റിസർവ് ചെയ്ത പേര് ക്യാൻസൽ ചെയ്യും. അടുത്ത പോയിൻ്റാണ് രജിസ്റ്ററിന് മനസ്സിലായി അവിടെ കമ്പനി ഉണ്ട്, ഓൾറെഡി ഒരു കമ്പനി അവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ രജിസ്റ്റർ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു 3 കാര്യം ചെയ്യും. ഒന്നല്ലെങ്കിൽ രജിസ്റ്റർ പറയും 3 മാസത്തിനുള്ളിൽ നിങ്ങൾ കമ്പനിയുടെ പേര് മാറ്റാൻ പറയും കമ്പനിയുടെ അടുത്ത്, അല്ലെങ്കിൽ അവരുടെ രജിസ്റ്റർ ബുക്കിൽ നിന്ന് ആ കമ്പനിയുടെ പേര് വെട്ടും, അല്ലെങ്കിൽ കമ്പനി അവസാനിപ്പിക്കാൻ പറയും. അടുത്ത ഫോർമേഷൻ ഓഫ് OPC. ഇവിടെ ഒരു ഉടമസ്ഥനാണ് പാടുള്ളൂ ഈ കമ്പനിക്ക്. ഓക്കെ, 1 പേഴ്സൺ കമ്പനി എന്നാണ് പറയുന്നത്. ആ പേഴ്സൺ നാച്ചുറൽ പേഴ്സൺ ആയിരിക്കണം, പിന്നെ ഇന്ത്യൻ റെസിഡൻ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ആ പേഴ്സൺ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ, പബ്ലിക് ഡോക്യുമെൻറ്റ്സ്, ഡിക്ലറേഷൻ ഫോം, ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് ROCക്ക് അയച്ചു കൊടുക്കണം. ROC അത് അപ്രൂവ് ചെയ്തതിന് ശേഷം ROC അവർക്ക് COIയും CINും അയച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ OPC നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഏതൊക്കെയാണെന്ന് നോക്കാം. മൈനറിനെ OPCയുടെ മെമ്പറായിട്ടോ നോമിനിയായിട്ടോ വയ്ക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ പബ്ലിക് ഡോക്യുമെൻറ്റ്സിൽ മെൻഷൻ ചെയ്തേക്കണ പേരുകളുണ്ടാവുമല്ലോ, അവരുടെ സമ്മതം ഉണ്ടായിരിക്കണം. പിന്നെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അപ്പം തന്നെ ROCനെ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ OPCക്ക് ഈ പറഞ്ഞ NBFC ആക്ടിവിറ്റീസ് ഒന്നും നടത്താൻ പറ്റില്ല. പിന്നെ ഒരാൾക്ക് ഒരു OPC ആണ് ഉണ്ടാവാൻ പാടുള്ളൂ. പിന്നെ OPCയുടെ ഓണർ അത് 182 ഡേയ്സ് കൂടുതൽ ഇന്ത്യയിൽ നിന്നിട്ടുണ്ടായിരിക്കണം കഴിഞ്ഞ വർഷങ്ങൾ. പിന്നെ OPCയുടെ മെമ്പേഴ്സിൻ്റെ ലൈബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റഡ് ലൈബിലിറ്റിയാണ്. പിന്നെ കമ്പനിയുടെ പേരിൽ OPCന്ന് ആഡ് ചെയ്യണം. ഇപ്പോൾ ഏതെങ്കിലും മെമ്പർക്ക് ഒന്നോ അധികമുള്ള OPC ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു OPCയിൽ മെമ്പറായിട്ടിരിക്കണം, മറ്റേ OPC ക്യാൻസൽ ചെയ്യണം. അപ്പോൾ ഇതാണ് ആ ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഇത് നോക്കിയിട്ട് വേണം നമ്മൾ OPC ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫോം ചെയ്യാൻ. ഇനി അടുത്ത കൺവേർഷൻ ഓഫ് OPC വേണമെങ്കിൽ മറ്റുള്ള ടൈപ്സ് ഓഫ് കമ്പനിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. വോളണ്ടറി ആയിട്ട് ചെയ്യാൻ പറ്റും, കമ്പൽസറി ആയിട്ട് ചെയ്യാൻ പറ്റും. വോളണ്ടറി ആയിട്ട് ചെയ്യണമെങ്കിൽ ആ OPC രജിസ്റ്റർ ചെയ്ത ഡേറ്റ് മുതൽ 2 വർഷം OPC ആയിട്ട് വർക്ക് ചെയ്യണം. ആ 2 വർഷത്തിന് ശേഷം മാത്രമാണ് ആ OPCക്ക് വേറെ ഏതെങ്കിലും കമ്പനിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കമ്പൽസറി കേസ് നോക്കാം. OPCയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ₹50 lakhs മീതെ, ആവറേജ് ആനുവൽ ടേൺ ഓവർ ₹2 crore മീതെ വന്നു കഴിഞ്ഞാൽ, ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ OPC ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല, വേറെ കമ്പനിയിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും.
ഇനി അടുത്ത കൺവേർഷൻ നോക്കാം. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് പബ്ലിക് കമ്പനിയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. ആദ്യം ബോർഡ് മീറ്റിംഗ് വെക്കണം, എന്നിട്ട് ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. എന്നിട്ട് ജനറൽ മീറ്റിംഗിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. എന്നിട്ട് മാറ്റം വരുത്തിയ AOAയുടെ കോപ്പിയും ഈ സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ കോപ്പിയും 15 ദിവസത്തിനുള്ളിൽ ROCക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ. ഇനി അടുത്ത കൺവേർഷൻ ഓഫ് പബ്ലിക് കമ്പനി ടു പ്രൈവറ്റ് കമ്പനി. അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തെ സ്റ്റെപ്പ് ബോർഡ് മീറ്റിംഗ് വെക്കുക, അതിൻ്റെ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂടുക, അതിൻ്റെ ജനറൽ മീറ്റിംഗിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ മേടിക്കുക. എന്നിട്ട് 15 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ അതിൻ്റെ കോപ്പി, മാറ്റം വരുത്തിയ AOAയുടെ കോപ്പിയും സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ കോപ്പിയും ROCക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഇതാണ് കൺവേർഷൻ പ്രോസസ്സ്. ഇനി അടുത്ത കൺവേർഷൻ ഓഫ് LLP ഇൻറ്റു കമ്പനി, അത് നോക്കാം. അപ്പോൾ ഒരു LLP കമ്പനിയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യമേ തന്നെ എല്ലാ പാർട്ട്നേഴ്സിൻ്റെ അപ്രൂവൽ കിട്ടിയിരിക്കണം. പിന്നെ ഈ കൺവേർഷനെ പറ്റി ന്യൂസ് പേപ്പറിൽ പരസ്യം ചെയ്യണം. പാർക്കിങ്ങിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അതറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ROCയുടെ കയ്യിൽ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കണം. അപ്പോൾ ആ കമ്പനിയുടെ ഫ്യൂച്ചർ ഡയറക്ടർ ആവാൻ താല്പര്യമുള്ള ആൾക്കാർ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റും ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറും മേടിച്ചെടുക്കണം. അതുപോലെ ഫോം URC-1 ഈ പറയുന്ന കാര്യങ്ങൾ അറ്റാച്ച് ചെയ്ത് ROCക്ക് ഫയൽ ചെയ്യണം. അത് മെമ്പർ ഡീറ്റെയിൽസ്, ഫസ്റ്റ് ഡയറക്ടർ ഡീറ്റെയിൽസ്, LLP എഗ്രിമെൻറ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ, NOC ഫ്രം ക്രെഡിറ്റേഴ്സ് ആൻഡ് ROC, റിട്ടൺ കൺസെൻറ്റ് ഓഫ് ഓൾ LLP പാർട്ട്നേഴ്സ്, കോപ്പി ഓഫ് ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെൻറ്റ്. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് LLPയിൽ നിന്ന് കമ്പനിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് കമ്പനിയിൽ നിന്ന് LLPയിലോട്ട് കൺവേർഷൻ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം. ആദ്യം ബോർഡ് മീറ്റിംഗ് വിളിക്കണം. എന്നിട്ട് ആ ബോർഡ് മീറ്റിങ്ങിൽ ബോർഡ് റെസൊല്യൂഷൻ പാസ്സാക്കണം, അതായത് ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കണം. എന്നിട്ട് എല്ലാം ഷെയർ ഹോൾഡേഴ്സിൻ്റെയും സമ്മതം മേടിക്കണം. പേര് കണ്ടുപിടിച്ചിട്ട് അത് റിസർവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോം തയ്യാറാക്കി ഫയൽ ചെയ്യണം. അതിനുശേഷം ഫോം URC-1 പൂരിപ്പിച്ചിട്ട് ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സൊക്കെ അറ്റാച്ച് ചെയ്ത് ഫയൽ ചെയ്യണം. അറ്റാച്ച്മെൻറ്റ്സ് ഇതൊക്കെയാണ്: LLP എഗ്രിമെൻറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ദർ കൺസെൻറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് വെരിഫൈഡ് ബൈ ഓഡിറ്റർ, ഡയറക്ടർ ഡീറ്റെയിൽസ്, DSC, DIN, ഡീഡ് ഓഫ് പാർട്ട്ണർഷിപ്പ്, NOC ഫ്രം ക്രെഡിറ്റേഴ്സ്, COR ഫ്രം ROC, പിന്നെ ഡീറ്റെയിൽസ് ഓഫ് പേഴ്സൺസ് നെയിംഡ് ആസ് പാർട്ട്നേഴ്സ്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പനിയിൽ നിന്ന് LLPയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്തത് സെക്ഷൻ 8 അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് കമ്പനി. അപ്പോൾ ഈ പറഞ്ഞ കമ്പനി രജിസ്റ്റർ ചെയ്യേണ്ടത് ലിമിറ്റഡ് കമ്പനി ആയിട്ടായിരിക്കണം. പ്രൈവറ്റ് കമ്പനി ആവാം, പബ്ലിക് കമ്പനി ആവാം. പിന്നെ ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കണം. പിന്നെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് ഇതായിരിക്കണം: കൊമേഴ്സ്, ആർട്സ്, സയൻസ്, സ്പോർട്സ്, എഡ്യൂക്കേഷൻ, റിസർച്ച്, സോഷ്യൽ വെൽഫെയർ, റിലീജിയൻ, ചാരിറ്റി, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ, ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം കമ്പനി പ്രവർത്തിക്കേണ്ടത്. ഇവിടെ കമ്പനിക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോഫിറ്റ് മെമ്പേഴ്സിന് ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യരുത്. അതിന് പകരം കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്താണോ അതിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ കമ്പനി ഇൻകോർപ്പറേഷൻ ചെയ്യണേക്കാളും മുമ്പ് തന്നെ കമ്പനിക്ക് ലൈസൻസ് കിട്ടിയിരിക്കണം. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇവർക്ക് ലൈസൻസ് കൊടുക്കുന്നത്. ഓക്കെ. അതിനുശേഷം മാത്രമാണ് കമ്പനിക്ക് ഇൻകോർപ്പറേഷൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ സെക്ഷൻ 8. ഇനി അടുത്ത റിവോക്കേഷൻ ഓഫ് ലൈസൻസ്, അതായത് ലൈസൻസ് റദ്ദാക്കൽ. ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈസൻസ് റദ്ദാക്കും. പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് കമ്പനി അനുസരിച്ചില്ലെങ്കിൽ ക്യാൻസൽ ചെയ്യും ലൈസൻസ്. അതുപോലെ തന്നെ ഈ കമ്പനി എന്തെങ്കിലും തട്ടിപ്പ് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാലും ക്യാൻസൽ ചെയ്യും. കമ്പനിയുടെ ഒബ്ജക്റ്റിനെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യും. അതുപോലെ തന്നെ പബ്ലിക്കിന് എന്തെങ്കിലും ഹാനികരമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇവിടെ ലൈസൻസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സെൻട്രൽ ഗവൺമെൻറ് ആ കമ്പനിയുടെ അടുത്ത് ഡയറക്റ്റായിട്ട് പറയും, ഒന്നല്ലെങ്കിൽ നിങ്ങൾ അടച്ചു പൂട്ടാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രജിസ്റ്റേഡ് കമ്പനിയായിട്ട് അമാൽഗമേറ്റ് ചെയ്യാൻ പറയും. അമാൽഗമേഷൻ ചെയ്യേണ്ടത് ഈ സിമിലർ ഒബ്ജക്റ്റീവുള്ള രജിസ്റ്റേഡ് കമ്പനി ആയിട്ടായിരിക്കണം അമാൽഗമേറ്റ് ചെയ്യേണ്ടത്. ഈ പറഞ്ഞ പോലെ ആ കമ്പനി അടച്ചു പൂട്ടി, അതായത് ഡിസൊല്യൂഷൻ ചെയ്തു, കമ്പനി ഇല്ലാതെയായി, എന്നിട്ടും ബാക്കി എന്തെങ്കിലും അസറ്റ്സ് മിച്ചമുണ്ടെങ്കിൽ, അതായത് ആ കമ്പനിയുടെ ഡെപ്റ്റും ലൈബിലിറ്റി എല്ലാം മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും കുറച്ച് അസറ്റ്സും ബാക്കിയുണ്ടെങ്കിൽ അതൊന്നല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ ഇൻസോൾവൻസി ഫണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിമിലർ ഒബ്ജക്റ്റീവുള്ള രജിസ്റ്റേഡ് കമ്പനിയുടെ അക്കൗണ്ടിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഈ ചാപ്റ്ററിലുള്ള എല്ലാ ടോപ്പിക്സും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഈ ചാപ്റ്റേഴ്സ് ഒന്ന് മറിച്ച് നോക്കാം. എല്ലാം ഒന്ന് വായിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ. ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മതി ഞാൻ. അപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി വരും.
ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.